തന്റെ കാലത്ത് നേട്ടങ്ങൾ എണ്ണി നിരത്തിയാണ് കെ സുധാകരൻ KPCC അധ്യക്ഷ പദത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. അവകാശവാദങ്ങൾ പലതും ശരിയാണെങ്കിലും പറഞ്ഞതിൽ തിരുത്തു വേണ്ടതുമുണ്ട്. എന്റെ കാലത്ത് കോൺഗ്രസിന് നേട്ടം, പാർട്ടിയെ സെമി കേഡറാക്കി, ഗ്രൂപ്പ് കലഹങ്ങൾ ഇപ്പോൾ ഇല്ല, അങ്ങനെ നേട്ടങ്ങൾ നിരത്തിയ പടിയിറങ്ങൽ പ്രസംഗം. പറഞ്ഞതിൽ പലതും ശരിയാണ്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല. ഈ പാർട്ടികളെ എല്ലാ പ്രവർത്തനത്തിനു മുമ്പിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല നിലപാട്. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം? അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളില്ല, ഗ്രൂപ്പിസമില്ല, വഴക്കില്ല. ഇന്നെന്തേ ഗ്രൂപ്പ് കലാപം ഇല്ലാത്തത്? ആ ഗ്രൂപ്പ് കലാപം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ. ഇതായിരുന്നോ സത്യം? പ്രതിപക്ഷ നേതാവിനോട് പോലും വഴക്കും പരിഭവമായിരുന്നില്ലേ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള പരസ്യപ്പോര് മറന്നോ? സമരാഗ്നിയുടെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അസഭ്യവാക്ക് പ്രയോഗിച്ചത് ആരാണ്? ഐ ആം വെരി സ്ട്രൈറ്റ് ഫോർവേഡ്. എവിടെയും ആരുടെ മുന്നിലും ഞാൻ നേരെ ചൊവ്വേ പറയുന്ന ആളാണ് എന്നായിരുന്നു അന്ന് ഈ തെറിവിളിയിൽ വിശദീകരണം. എന്തായാലും പടിയിറങ്ങുമ്പോഴെങ്കിലും VD സതീശൻ സുധാകരന് ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട്. എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായി സെമി കേഡർ ആയില്ലെങ്കിലും അവസാനമിറക്കിയ സർക്കുലറിൽ പറഞ്ഞ പോലെ സ്റ്റേജിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വേദി അതിന് സാക്ഷി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.